മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. വളരെ രസകരമായ സംഭവങ്ങളാണ് ഇന്നലെ കാണുന്നത്. നമ്മൾ യോദ്ധ എന്ന സിനിമയിൽ രണ്ട് താരങ്ങൾ മോഹൻലാലും അന്ന് ജഗതി ശ്രീകുമാറും പരസ്പരം പോർ വിളിക്കുന്നു. ഓരോ പോർവിളിയിലും അടുത്ത അംഗത്തിൽ കാണാം എന്ന് പരസ്പരം പോർവിളിയാണ്. ഇവിടെ ആര് തോൽക്കുമെന്ന് പറയാറായിട്ടുണ്ടോ എന്നുള്ള സംശയം നിൽക്കുന്നു. ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് അൻവർ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. ഗാലറിയിൽ ിരുന്ന് കളി കാണുന്നവരെ കണ്ടല്ല താൻ ഈ പണിക്കിറങ്ങിയത്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, എങ്കിലും താൻ ഒരു ചുക്കും ഭയക്കുന്നില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അൻവർ. ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഓരോ ആരോപണത്തിനും നേർക്കുനേർ പിണറായി വിജയനുള്ള ഉത്തരമായല്ല, പക്ഷേ അൻവർ കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് പിണറായി വിജയന്. എല്ലാം ശശിക്കെതിരെയും ADGPക്കെതിരെയും എന്ന മട്ടിലാണ്. പക്ഷെ പറയേണ്ടിടത്തൊക്കെ പിണറായി വിജയന് മുഖമടച്ചു കൊടുത്തു അൻവർ. പിണറായി വിജയൻ ഇതുകൊണ്ട് ശാന്തനാകുമോ? ഇന്നിപ്പോൾ CPM സെക്രട്ടേറിയറ്റ് PV അൻവറെ തള്ളിപ്പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഇനി സംഭവിക്കുക? അൻവർ തീരുമോ? സുമന, നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്താൽ, ഇന്നലെ 3 പത്രസമ്മേളനങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഇന്നലെ 11 മണിക്ക് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം നടക്കുമെന്നുള്ളത് സംബന്ധിച്ച് തലേദിവസം തന്നെ പത്രവാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പത്രസമ്മേളനം 11 മണിക്ക് നടക്കും എന്നുള്ളത് തലേദിവസം തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആകസ്മികമായി പിണറായി വിജയൻ്റെ 11 മണിക്കത്തെ പത്രസമ്മേളനത്തിന് 1 മണിക്കൂർ മുമ്പ് PV അൻവറിൻ്റെ ഒരു പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനം ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. അപ്പം നേരത്തെ തീരുമാനിക്കപ്പെടാതെ അൻവർ ഒരു പത്രസമ്മേളനം നടത്തിയെന്ന് പറയുമ്പോൾ, നേരത്തെ തീരുമാനിക്കപ്പെടാതെ അൻവർ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് 1 മണിക്കൂർ മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ദുരുപദിഷ്ടമാണല്ലോ, ദുരുദ്ദേശം അതിനകത്ത് ഉണ്ടല്ലോ. പിണറായി വിജയൻ്റെ പത്രസമ്മേളനം പതിവിൽ നിന്ന് വിരുദ്ധമായി 1 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നു. അതിൽ ആരോ പറഞ്ഞത് 50 മിനിറ്റ് മറ്റേ വയനാട് ചീത്തവിളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് കയറുന്നത്. ആ പത്രസമ്മേളനം വിശകലനം ചെയ്യണം. ആ പത്രസമ്മേളനം കഴിഞ്ഞ് വൈകിട്ട് 5 മണിയായപ്പോഴത്തേക്കും അൻവർ വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിന് മുമ്പ് 5 മണിക്ക് എൻ്റെ പത്രസമ്മേളനമുണ്ട്, അതിൽ ഞാൻ പറയാനുള്ളതെല്ലാം പറയും. ആ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. PV അൻവർ ഒരു കാരണവശാലും മാധ്യമങ്ങളോട് ഇനി സംസാരിക്കരുത് എന്നുള്ള മുന്നറിയിപ്പും സന്ദേശവുമാണ് പിണറായി വിജയൻ തൻ്റെ മാധ്യമ സമ്മേളനത്തിൽ നൽകിയത്. മറ്റൊന്ന്, PV അൻവറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് നേരിട്ട് പറയാനുള്ള ഒരു ഓഫറും വെച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിരട്ടുക മാത്രമല്ല, അനുനയത്തിനുള്ളൊരു വാതിൽ കൂടി അദ്ദേഹം തുറന്നിട്ടിരുന്നു. പക്ഷേ അനുനയം വേണ്ട, മാധ്യമപ്രവർത്തകരെ കണ്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് പോരാട്ടം തന്നെയാണ് തൻ്റെ ശൈലി എന്ന് തെളിയിച്ചിരിക്കുകയല്ലേ അൻവർ? ഞാൻ പിണറായിയുടെ പത്രസമ്മേളനത്തിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ 2 പത്രസമ്മേളനങ്ങൾ അൻവർ നടത്തി, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതെ. അപ്പോൾ സ്വാഭാവികമായും അയാളുടെ ഒരു ശരീരഭാഷ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതിൽ ആദ്യത്തെ പത്രസമ്മേളനം അയാൾ ആകസ്മികമായിട്ടാണ് നടത്തിയതെങ്കിലും ആ പത്രസമ്മേളനത്തിൽ അയാൾ ഉന്നയിച്ച വിഷയം വളരെ നിർണായകമാണ്. അയാൾ കുറച്ച് കാലമായി അജിത് കുമാറിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അജിത് കുമാർ 35 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് പട്ടത്ത് മേടിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് അയാൾ. ആ ആരോപണമാണ് പിണറായി വിജയൻ നടത്തുന്ന പത്രസമ്മേളനത്തിൽ 1 മണിക്കൂർ മുമ്പ് അയാൾ നടത്തിയത്. അത് കള്ളപ്പണം വെളുപ്പിക്കലായിരുന്നു എന്നുള്ളത് അയാൾ കാര്യകാരണ സഹിതം സൂചിപ്പിച്ചു. അതിൻ്റെ രേഖകളും അയാൾ കൊണ്ടുവന്നു. അതിനുശേഷം പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൻ്റെ വിശകലനത്തിലേക്ക് വരാം. പിണറായി വിജയൻ അയാളുടെ പത്രസമ്മേളനത്തിൽ അതിരൂക്ഷമായി അൻവറിനെ വിരട്ടി. ഇന്നലത്തെ നമ്മുടെ ചർച്ചയിൽ അത് നമ്മൾ വളരെ വിശദമായി പരിശോധിച്ചു. അപ്പം അതിൽ അയാൾ പറഞ്ഞു വെച്ചത്, ഞാനും ഗോതയിൽ ഇറങ്ങുകയാണ്, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി ഞാൻ പറയാം എന്നയാൾ പറഞ്ഞു. അയാൾ പിന്നെ അജിത് കുമാറിനെയും P ശശിയെയും ചേർത്ത് പിടിച്ചു. അവർ രണ്ടുപേരെയും കാര്യകാരണസഹിതം ന്യായീകരിച്ചു. നല്ലവരെന്ന് മാത്രമല്ല, കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു. വളരെ നല്ല വിശേഷണങ്ങൾ എന്ന് പറഞ്ഞു. അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്വർണം പിടിച്ച കണക്കുകൾ വരെ അയാൾ വായിക്കുകയാണ്. അതെ, സുജിത് ദാസും അജിത് കുമാറിനെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വായിക്കുകയാണ്. അയാൾ അതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോപണം വന്നു എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ഉൾപ്പെടെ വലിയ തോതിൽ പിന്നെ അജിത് കുമാറിനെ ന്യായീകരിച്ചു. അതിനുശേഷം അയാൾ P ശശിയെക്കുറിച്ച് പറഞ്ഞത്,
പി ശശി ഒരു മാതൃകാ പുരുഷനാണെന്നാണ് പി ശശി. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അയാൾ എന്തുകൊണ്ടാണ് മാതൃകാ പുരുഷനാകുന്നതെന്നുള്ളത്. അല്ല, അത് പിണറായി വിജയന്റെ ബോധ്യമായിരിക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ അവിടെ പറയുകയാണ് ഏത് മാതൃകാ പുരുഷനാണ് എന്ന് മാത്രമല്ല, പാർട്ടിയാണ് അയാളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ആരായാലും എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കെതിരെയും കൂടി ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അയാൾ അവസാനിപ്പിച്ചു. അൻവർ കള്ളക്കടത്ത് സംഘത്തിന്റെ ഏജന്റാണ് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങ് ഇട്ടുകൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് എന്റെ തലയിൽ വെക്കേണ്ട, നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ പത്രസമ്മേളനത്തിന് തൊട്ടുപിറ്റേന്ന് രാവിലെ വരുന്നെച്ചാൽ ഈ ഇന്റലിജൻസിനെ അയാൾ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇയാളുടെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. മനോജ് എബ്രഹാം ഇന്റലിജൻസിന്റെ ADGP അയാളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അല്ല, ഇന്ന് കേരള പോലീസിന്റെ ഒരു ശക്തമായ നീക്കത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. CBI അന്വേഷിക്കാൻ എത്തുന്നു. സ്വർണ്ണക്കള്ളക്കടത്തും അനുബന്ധ ഇടപാടുകളും പരിശോധിക്കാൻ. സ്വാഭാവികം. അപ്പോൾ അത്രയും കാര്യങ്ങൾ അയാളുടെ പത്രസമ്മേളനത്തിൽ പറയും. അത് കഴിഞ്ഞ് അൻവർ നടത്തുന്ന പത്രസമ്മേളനത്തിൽ അൻവർ പറയുന്നത് എന്താ? അൻവർ പറയുന്നത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ കൊള്ളമുതലിൻ്റെ ഒരു ഭാഗം ശശിക്ക് കൂടി കിട്ടുന്നു എന്ന് സംശയിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ മാതൃകാ പുരുഷനായ പറഞ്ഞ പണി ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്ന ആ പാർട്ടി ഉദ്യോഗസ്ഥൻ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കൊള്ള മുതൽ മേടിക്കുന്ന ഒരാളാണെന്ന്. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. പണ്ട് ശിവശങ്കർ അവിടെ ഇരുന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതുപോലെ ഇപ്പൊ ശശി കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് അൻവർ പറയുന്നു. അപ്പൊ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആസ്ഥാന മന്ദിരമായി, ആസ്ഥാന ഓഫീസായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നു. അത് ഒരു വശത്ത്. മറുവശത്ത് അയാൾ മാതൃകാ പുരുഷനാണെന്നും അയാളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും അയാൾ ഏൽപ്പിക്കുന്ന ജോലി വൃത്തിയായി ചെയ്യുന്ന ആളാണെന്നും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി, അതായത് ഭരണഘടനാ തലവൻ പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ഭരണകക്ഷി MLA അതേ ഉദ്യോഗസ്ഥനെ സ്വർണ്ണക്കള്ളക്കടത്തിലെ കൊള്ളമുതൽ വീതിക്കുന്നവനാണ് എന്ന് പറയുന്നു, തിരിച്ചടിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഒരു ലെവൽ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, പിണറായി വിജയൻ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ നേരിട്ട് ഗോദയിൽ ഇറങ്ങേണ്ട ഗതികേട്, സഹായിക്കാൻ ഒരുത്തനുമില്ല എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസമായി വരുന്നു. സാധാരണഗതിയിൽ ഈ പിണറായി വിജയന് വേണ്ടി പോരാടാൻ നമ്മൾ AK ബാലനെയും സംഘത്തെയും ഒക്കെ കാണാറുണ്ട്. ഇക്കുറി AK ബാലനുമില്ല, മരുമോനുമില്ല, ആരുമില്ല. ആകെ കൂടി ഉണ്ടായിരുന്ന MV ഗോവിന്ദൻ വളരെ തന്ത്രപൂർവ്വം നേരെ ഓസ്ട്രേലിയയിലേക്ക് ചാടിക്കയറി കുടുംബമായി പോയി. പിണറായി വിജയന് വേണ്ടി ഒരു നേതാക്കളും രംഗത്തെത്തുന്നില്ല. ഇന്ന് CPM സെക്രട്ടേറിയറ്റ് അൻവറിനെ ചില താക്കീത് നൽകിയെന്ന മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. ആ താക്കീതിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്താണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒറ്റപ്പെടാനുള്ള ഒരു കാരണം? അല്ല സോമൻ, അത് ശരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം മുതൽ നമ്മളത് കാണുന്നതാണ്. പിണറായി വിജയനോടുള്ള പാർട്ടിയുടെ സമീപനവും പാർട്ടി അണികളുടെ സമീപനവും പൊടുന്നനെ മാറിയത് നമ്മൾ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകഛത്രാധിപതിയായിരുന്ന, അപ്രമാദിയായിരുന്ന, പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ പോലും മൂത്രമൊഴിക്കുമായിരുന്ന ആളുകൾ പോലും തെരഞ്ഞെടുപ്പ് തോൽവി കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെ അടിച്ചു. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ ശക്തമായ ആക്രമണം നടന്നു. പാർട്ടി ബ്രാഞ്ചുകൾ കൂടിയപ്പോഴെല്ലാം പിണറായി വിജയനെതിരെ ആക്രമണങ്ങൾ നടന്ന് പിണറായി വിജയൻ ശരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പാരമ്യത്തിൽ അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഏകദേശമായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പരകോടിയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു വശത്ത് പിണറായി വിജയനും ശശിയും, മറുവശത്താണ് എല്ലാവരും എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ അവസാന കളിക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനതൊന്ന് വിശദീകരിച്ചു തരാം. അയാളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സമ്മേളനങ്ങൾ അയാളെ എടുത്തിട്ട് ചതച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി അണികൾ. അത് ഈ ADGPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണത്തെക്കാൾ ഉപരി ഈ RSSുമായിട്ടുള്ള ഇയാളുടെ ഇടപെടൽ, സന്ദീപാനന്ദഗിരിയുടെ അന്വേഷണം അട്ടിമറിച്ചത്, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ തന്നെ CPIയുടെയൊക്കെ ഇടപെടലൊക്കെ അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 3-4 ജില്ലകളിൽ നിന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ ആ 3-4 ജില്ലകളിൽ നിന്നെല്ലാം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ അയാൾക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ, ഇൻ്റലിജൻസ് ആയിക്കൊണ്ടല്ലോ ആ വിവരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അവസാന കളിക്ക് അയാൾ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ നേരിട്ട് തന്നെ അൻവറിനോട് പറഞ്ഞു, ഇനി മേലാൽ ഈ പണി ചെയ്തു പോകരുത്, ചെയ്താൽ ഞാൻ ഇറങ്ങും. ഒന്ന്. രണ്ട്, നേരത്തെ സ്വയം സൂചിപ്പിച്ച പോലെ ഇയാൾ
പിന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ആദ്യ പത്രസമ്മേളനം കഴിഞ്ഞ് വന്നപ്പോൾ ഇയാളുടെ എന്തായിരുന്നു 30-40 മിനിറ്റ് എന്നോട് സംസാരിച്ചു. അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നാലും നമ്മൾ പറഞ്ഞല്ലോ 5 മിനിറ്റത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് മാത്രമല്ല വേറൊരു കാര്യം ഇന്നലെ പറഞ്ഞു. എന്താണ്, പല തവണ അയാളോട് ഓഫീസിൽ നിന്ന് ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞതാണ് എന്ന് സൂചിപ്പിച്ചു. അയാൾ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അൻവർ എന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പല പ്രാവശ്യം എന്നെ വിളിച്ചു, എൻ്റെ PA വിളിച്ചു, എൻ്റെ സെക്യൂരിറ്റി ഓഫീസറെ വിളിച്ചു. ഞാൻ എടുത്തില്ല. കാരണം എനിക്കിത് പരസ്യമായി പറയണം, പറഞ്ഞതിന് ശേഷം ഞാൻ ചെല്ലൂ എന്നുള്ളത് അയാൾ പറഞ്ഞിരുന്നു. പക്ഷേ സോയിമോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ ഇയാൾ തോറ്റു എന്നും പറഞ്ഞ് ഒരുപക്ഷെ ആദ്യമായിട്ട് പൊതുമണ്ഡലത്തിൽ പറഞ്ഞൊരു പൊതുപ്രവർത്തകൻ ഞാനായിരിക്കും. ശശി വിജയം ആട്ടക്കഥ അൻവർ തോറ്റമ്പി എന്നാണ് ഒരാഴ്ച മുമ്പ് ഞാൻ കൊടുത്തത്. ഞാനൊരു കാര്യം പറയാം, അൻവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അൻവറിൻ്റെ സ്ഥിതി വളരെ വളരെ പരിങ്ങലിലാണ്. അൻവറിനെ പിണറായി വിജയൻ ചതച്ച് ചമ്മന്തിയാക്കാൻ തീരുമാനിച്ചിരിക്കും. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രം എടുത്താൽ മതി, CBI ഉൾപ്പെടുത്തി ഒരു അന്വേഷണം നടത്തുക. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാണ്. അൻവറിനെ ചതച്ച് ചമ്മന്തിയാക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അൻവർ നടത്തിയിട്ടുള്ള ആക്രമണം പിണറായി വിജയൻ്റെ നിലനിൽപ്പിനെ അതിഭീകരമായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അഭൂതപൂർവമായി അയാളെ ബാധിച്ചിരിക്കുക. ഇവിടെ അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു 1-2 പോയിന്റ്സ് കൂടെ. ഒന്ന്, ADGP DGPക്ക് മുൻപാകെ കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുണ്ട്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP പറഞ്ഞിരിക്കുന്നു, കേരള സംസ്ഥാനത്തിൽ ഒരു ജനപ്രതിനിധിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന്. ശക്തമായ ആരോപണമാണ്. ആ മൊഴിയാണെങ്കിൽ അത് ശക്തമായ ആരോപണമാണ്. ഗവർണർ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അൻവറിനെ കുറിച്ച് അന്വേഷിക്കണം, തീവ്രവാദ ബന്ധം അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഗവർണർ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഗവർണറുടെ പരാതി എൻ്റെ കയ്യിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞത് അത് 2 തരത്തിൽ നമുക്കതിനെ കാണാം. ഒന്ന്, അയാൾക്കെതിരായിട്ടുള്ള നീക്കത്തിലുള്ള ഏറ്റവും വലിയൊരു സാധ്യത അത് ആയുധം തുറന്നു വെച്ചിരിക്കുന്നു. 2, ഈ പറഞ്ഞതുപോലെ ADGPയുടെ ഒരു RSS ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അയാളെ ചാപ്പ് കുത്താൻ വേണ്ടിയാണെന്നുള്ളത് കാണാം. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് പിണറായി വിജയൻ്റെ നിലനിൽപ്പിനെ അതിഭീകരമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ ഇയാളെ ശരിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ശരിയാക്കലിൻ്റെ ഒരു ഭീതി നേരത്തെ സോയിമോൻ അയാളെക്കുറിച്ച് പറഞ്ഞ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾ തന്നെ ഞാൻ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം എന്നും പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയാം, ഏറ്റവും ചുരുങ്ങിയത് അയാളെ പൂട്ടും, അവർ ജയിലിലാക്കും. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞെങ്കിലും ഇന്നലത്തെ മാധ്യമ സമ്മേളനം ഇന്ന് രാവിലെ മുതൽ അൻവർ വരുന്ന മാധ്യമങ്ങൾക്കെല്ലാം അഭിമുഖങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിശദമായ പത്രസമ്മേളനം തന്നെ നടത്തി. ഇന്നെല്ലാ മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അയാളെ പിണറായി പൂട്ടും, പിണറായി ജയിലിലാക്കും. ലീഗ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ അതിൻ്റെ വിശദാംശമല്ലേ, അയാളെ ജയിലിലാക്കും. ഇനി അയാളുടെ 2 മക്കൾ വിദേശത്തുണ്ട്, അവർ ചിലപ്പോൾ വരുമ്പോൾ അവരെ പൂട്ടും. കാരണം ഇതൊന്നും ചെയ്യാൻ ഒരു മടിയില്ലാത്ത റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ ഏതാണ്ട് ഒരു 30കളുടെ തുടക്കത്തിലാണെന്നാണ് ഞാനിപ്പോൾ രാവിലെ കേട്ടത്. 27-28 വയസ്സിലെ മറ്റാണ് ഈ വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ പ്രതിയായത്. അന്നൊരു സാക്ഷി കൂറുമാറി കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്. അല്ല, നമുക്കങ്ങനെ അൻവറെ വെള്ളപൂശാൻ കഴിയുമോ? ഒരു കൊള്ളസംഘത്തിൻ്റെ കള്ളക്കടത്തുകാരുടെ ഭാഗമാണോ എന്നെങ്ങനെ അറിയാം? അതല്ല പറഞ്ഞത്. അതായത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ കളങ്കിതനാണെന്ന് കാര്യകാരണ സഹിതം അയാൾ നേരിടുന്ന 15 കേസുകൾ ലിസ്റ്റ് ചെയ്ത് പൊതുമണ്ഡലത്തോട് പറഞ്ഞ ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അയാളെ എല്ലാവരും ഹീറോയെ വാഴ്ത്തുമ്പോഴും അയാളുടെ പശ്ചാത്തലം മോശമാണെന്ന് പറഞ്ഞാലാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. പിണറായി വിജയൻ അയാളെ തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ആ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു മോഡസ് ഓപ്പറാണ്ടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അയാൾക്കെതിരെ 2-3 കേസുകൾ ഗവൺമെൻറ് കയ്യിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. മനാഫ് വധക്കേസിൽ അയാൾ പ്രതിയാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, അവളെ കേസ് പ്രതിയാകുന്നില്ല. എടത്തോടി സലീം എന്ന് പറഞ്ഞ ഒരാളുടെ പാറമട അയാളുടെ 50 ലക്ഷം മേടിച്ചുകൊണ്ട് ചീറ്റിംഗ് കേസും അയാൾക്കെതിരെയുണ്ട്. മിച്ചഭൂമി കേസും അയാൾക്കെതിരെയുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രത്യേകത എന്താണ്? അയാളുടെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പുറകിൽ കള്ളക്കടത്ത് സംഘങ്ങൾ മുതൽ തീവ്രവാദികൾ വരെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള പണി പിണറായി വിജയൻ ആരംഭിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതിൽ പിണറായി വിജയൻ ദിവസങ്ങൾക്കുള്ളിൽ, കാരണം ഇനി പിണറായി വിജയൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, നിലനിൽക്കില്ലെന്ന് നമുക്കറിയില്ല, നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഈക്വലി ടൈൻറ്റഡ് ആണെന്നും ഇയാൾ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ആളാണെന്നും ഇയാൾ തീവ്രവാദികളുടെ ആളാണെന്നും തെളിയിച്ചാൽ മാത്രമേ പിണറായി വിജയൻ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കാരണം എന്താണ്? കാരണം ഇയാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇയാൾ എത്ര കളങ്കിതനാണെന്ന് പറഞ്ഞാലും അയാൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് മുസ്ലിം ജനവിഭാഗം മാത്രമല്ല ജനങ്ങൾ മൊത്തമായി വിശ്വസിക്കുന്നു.
കാരണം അയാൾ കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കാര്യകാരണ സഹിതമാണ്. പക്ഷെ അൻവറിനും സംഘത്തിനും ഒരു സമുദായത്തെ ഒപ്പം നിർത്താനും ഇതിനോടൊപ്പം കഴിയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതിലേക്ക് ഞാൻ പോകാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ADP അജിത് കുമാറിനെതിരെ അയാളെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന സാധനങ്ങൾ പോലും രേഖയുടെ അടിസ്ഥാനത്തിലാണ്. 35 ലക്ഷം രൂപയുടെ സാധനം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് 65 ലക്ഷത്തിന് വിൽക്കുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടിരുന്നത്. 2, ശശിക്കെതിരെ അയാൾ നടത്തുന്ന ആക്രമണം ഉണ്ടല്ലോ, ആ ആക്രമണത്തെ 100% പിന്തുണയ്ക്കുകയാണ് പാർട്ടി അണികൾ. ഇന്നലെ അയാൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മൊബൈൽ ഫോൺ എടുത്തിട്ട് കാണിച്ചിട്ട് എന്താ പറഞ്ഞത്, കണ്ണൂരിൽ നിന്ന് പോലും പാർട്ടി സഹാക്കൾ പോലും എന്നെ ഫോൺ വിളിച്ചിട്ട് ഇയാൾക്കെതിരെ പറയുന്നുണ്ട്. ഇന്നലെ പിണറായി വിജയന്റെ മാധ്യമ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ നമ്മുടെ പോരാളി ഷാജി ഫേസ്ബുക്കിൽ കവർ ഫോട്ടോ മാറ്റി ഒരു റീത്ത് ആദരാഞ്ജലി എന്നെഴുതി. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്നറിയാം സോമൻ, ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന നേതാവാണ് പി ശശി. ഇന്ന് വളരെ രസകരമായൊരു മാധ്യമ റിപ്പോർട്ടുണ്ട്. AKG സെൻറ്ററിൽ നിന്ന് മിക്ക പാർട്ടി യൂണിറ്റുകൾക്കും ഇപ്പോൾ ഒരു സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുന്നു. അൻവറിനെ പിന്തുണയ്ക്കുന്ന സൈബർ സംഘങ്ങളെയും നേതാക്കളെയും നിരീക്ഷിക്കാൻ അൻവറിന് പിന്തുണ. അതെല്ലാം ആശങ്കയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണൂരിലെ പാർട്ടി സഹാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ക്യാരക്ടറാണ് ശശി. ശശി ഒരിക്കലും കണ്ണൂരിലെ പോലും ഒരു നേതാവായി ഉയർന്നു. അല്ല, അൻവറിന്റെ നീക്കം വളരെ തന്ത്രപരമായിരുന്നു. ആദ്യം ഏറനാട് CPIക്ക് കിട്ടിയ സീറ്റിൽ അൻവർ നുഴഞ്ഞു കയറി CPMന്റെ ഒരു പിന്തുണ ഉറപ്പിക്കുന്നു. പിന്നീട് വിജയരാഘവൻ വഴി പിണറായി വിജയനെ സ്വാധീനിച്ച് നിലമ്പൂർ മണ്ഡലം സ്വന്തമാക്കി 2 തവണ മത്സരിക്കുന്നു. നിലമ്പൂരിലെ CPMൽ നിന്ന് ശക്തമായ എതിർപ്പ് അവരെയൊക്കെ വെട്ടിനിർത്തിയാണ് അന്ന് അൻവറിനെ വാഴിച്ചു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും വലിയ ചാവേറും വിശ്വസ്തനുമായിരുന്നു അന്ന് പിണറായിയുടെയും പി ശശി എന്നില്ലെങ്കിൽ പോലും അന്ന് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിത്യ സന്ദർശകനായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പി ശശി വരുന്നു. ആദ്യഘട്ടത്തിൽ ശശിയുമായി അടുപ്പം പുലർത്തി. പക്ഷെ പിന്നെ എന്തൊക്കെയോ കൊള്ളസംഘത്തിൽ വന്ന ചില വിള്ളലുകളെ തുടർന്ന് ഇവർ പരസ്പരം അകന്നു. ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിൻ്റെ പേര് പറയുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ളത്. ഇവരെല്ലാം ഉന്നം വയ്ക്കുന്ന കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ളക്കടത്തും മാഫിയ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വയം പറഞ്ഞത് 100% ശരി. അപ്പം കണ്ണൂരിൽ ഇയാൾക്കുള്ള വലിയ പിന്തുണ എന്ന് പറയുന്നത് ഇയാൾ ശശിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നതാണ്. കണ്ണൂരിലെ പാർട്ടി സഹാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പാർട്ടി സഹാക്കൾ മാത്രമല്ല, പാർട്ടി നേതാക്കന്മാരും. കാരണം കണ്ണൂരിലെ പോലും നേതാവായിട്ട് ശശി ഉയർന്നു വന്നിട്ടില്ല. കണ്ണൂരിലിപ്പോൾ നമ്മൾ പറയാനാണ് MP ജയരാജൻ, MP ജയരാജൻ, അങ്ങനെ കുറേ ആ നേതാക്കന്മാരുടെ ലെവലിൽ പോലും ഇല്ലാതിരുന്നിട്ടും പിണറായി വിജയൻ വഴി പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഒരാളായി ശശി മാറി എന്നുള്ളത് കൊണ്ട് കണ്ണൂരിലെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലും പാർട്ടി നേതൃത്വവും ഒരുപോലെ വെറുക്കുന്ന ആളാണ് ശശി. ആ ശശിക്കെതിരെയാണ് ഓരോ ദിവസവും കാര്യകാരണ സഹിതം ഇയാൾ അടിക്കുന്നത്. ഒന്ന്, അപ്പോൾ ആ പിന്തുണ അവിടുന്ന് അയാൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ശരിക്കും കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഒക്കെ മേഖല. ഇനി മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇതെന്താണ്, പോലീസിൻ്റെ RSS വൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പിന്തുണ അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു അപകട സൂചന കിടക്കുന്നത് എന്താണെന്നറിയാമോ? അപകട സൂചന കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്തുണയെല്ലാം പെട്ടെന്ന് അലിഞ്ഞു പോകും. എങ്ങനെയാണെന്നറിയാമോ? ഇയാൾക്ക് കള്ളക്കടത്ത് ബന്ധമുണ്ടെന്നും ഇയാൾക്ക് തീവ്രവാദം ബന്ധമുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് കാര്യകാരണ സഹിതം എന്തെങ്കിലും ഒരു വിവരം വന്നാലുണ്ടല്ലോ, ഈ പിന്തുണ മുഴുവൻ അങ്ങ് പോകും. മനസ്സിലായോ? ഇപ്പം യഥാർത്ഥത്തിൽ ഇത് കൂടാതെ അയാളെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ബന്ധിപ്പിക്കാവുന്ന വലിയൊരു പോരായ്മ അയാൾക്ക് കിടപ്പുണ്ട്. സിയറ ലിയോണയിൽ പോയിട്ടുണ്ട് അയാൾ. മനസ്സിലായി? ഈ സിയറ ലിയോണയിലൊക്കെ ഇപ്പം പിണറായിയുടെ ആളുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? 1. 2, ഗൾഫിൽ ഇയാൾക്ക് കള്ളക്കടത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ, കള്ളക്കടത്ത് മാഫിയകളായിട്ട് ബന്ധങ്ങളുണ്ടെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു മാഫിയ തലവന് അത് മിനിറ്റുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഈ ആഫ്രിക്കയിലെ സ്വർണ്ണക്കനി എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളക്കടത്തിൻ്റെ ഭാഗം. കാരണം അവിടെ കനിയിൽ നിന്ന് എടുക്കുന്ന സ്വർണം കള്ളക്കടത്തിലൂടെയാണ് ഗൾഫ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എത്തിക്കുന്നത്. അത് നടക്കും അവിടെ. അതിനുശേഷമാണ് സ്വർണം പല വഴിക്ക് പല രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനുള്ള എല്ലാ സാധ്യതയും ഉറപ്പാണല്ലോ. കാരണം ഇയാളുടെ ഒരു പ്രതിനിധി പോകല്ലേ, ഇയാൾ നേരിട്ട് തന്നെ അവിടെ പോവുകയാണ് ചെയ്തത്. ഇന്ത്യയിലേക്ക് വരുന്ന ഈ കള്ളക്കടത്ത് സ്വർണത്തിന്റെ സിംഹഭാഗവും ആഫ്രിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെത്തി അവിടെ നിന്ന് ഒരു പ്രിലിമിനറി പ്രോസസ്സിങ്ങിന് ശേഷമാണ് മറ്റു രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നത് ഇന്ത്യയിലേക്ക്. അപ്പോൾ ആ ബന്ധം കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 2, തീവ്രവാദികളുമായി അയാൾക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും കള്ളക്കടത്ത് സംഘം തീവ്രവാദികളുമായി അയാൾക്ക് ബന്ധമുണ്ടെന്നുള്ളൊരു പുകപടലം സൃഷ്ടിച്ചാലും മതി. കൃത്യമായി ഇപ്പോൾ തീവ്രവാദിയായിട്ട് അൻവർ ബന്ധപ്പെട്ടു എന്നൊന്നും പറഞ്ഞ് തെളിവൊന്നും വേണ്ട. അപ്പം ഇത് ഇപ്പം അയാൾക്കുള്ള പിന്തുണ മുഴുവൻ അലിഞ്ഞു പോകാൻ ഇതുപോലെ 1-2 ആരോപണങ്ങൾ കയറി വന്നാൽ മതി. അതിന്റെ സൂചന ഇന്നലെ പിണറായി വിജയൻ സ്വർണ്ണ കള്ളക്കടത്ത് പിടിച്ചതിന്റെ കണക്കുകളാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ. അതും ഇപ്പോൾ കളങ്കിതനായി നിൽക്കുന്ന സുജിത് ദാസ് പിടിച്ച സ്വർണ്ണ കള്ളക്കടത്തിന്റെ കണക്ക്. അതെ, അതിനെ പക്ഷേ അൻവർ
നേരിട്ട് എതിർക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വട്ടം കണ്ടിച്ചു ആ കണക്ക് അയാൾ തന്നെ പറഞ്ഞു. അയാളുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇങ്ങനെ കരിപ്പൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്വർണം പിടിച്ചാൽ അത് തിരിച്ച് കസ്റ്റംസിനെ ഏൽപ്പിക്കാനേ ഉത്തരവാദിത്വമുള്ളൂ എന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചു അൻവർ. അത് ഒന്ന് മാത്രമല്ല, അയാൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ പിടിക്കുമ്പോൾ 15% 20% എന്തോ ക്യാഷ് ഇതുപോലെ കിട്ടും. അത് ഇവന്മാർ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പൊ അല്ലാതെ കിട്ടുന്നുണ്ടാവും. അല്ല അവർക്കത് വേണ്ട, അതിനേക്കാൾ കൂടുതൽ ഈ സ്വർണം പൊട്ടിക്കുന്നതിലൂടെ കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയന് കാര്യകാരണ സഹിതം മറുപടി കൊടുക്കുകയാണ് അൻവർ അയാളുടെ പത്രസമ്മേളനത്തിൽ കൂടെ ചെയ്തത്. പക്ഷേ അയാൾ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വീക്ക് വിക്കറ്റിലാണ്. കാരണം അയാൾ കളങ്കിതനാണ്. 1. 2, പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുഖ്യമന്ത്രിയാണ്, പോലീസുകളുടെ ഇടയിലുണ്ട്. അയാൾക്ക് ഗൾഫിലൊക്കെ തന്നെ പിന്നെ അൻവറുള്ളതിനേക്കാൾ വലിയ മാഫിയ ബന്ധങ്ങളും വലിയ അധോലോക ബന്ധങ്ങളും ഉള്ളതാണ്. വിവരങ്ങൾ ശേഖരിക്കാനൊന്നും അയാൾക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അൻവറിൻ്റെ സ്ഥിതി വളരെ പരിങ്ങലിലാണ്. അൻവർ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് അൻവർ ഡെസ്പെറേറ്റ് ആവുന്നതും തോക്ക് മേടിക്കുന്നതും അത് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും കൊണ്ട് അൻവറിനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അൻവറിനെ അയാൾ പൂട്ടും, അൻവറിനെ അയാൾ ജയിലിൽ. പിണറായി വിജയന്റെ കാലിൽ വീണാലും രക്ഷയില്ല, ക്ഷമിക്കില്ല. ഇല്ല കാരണം അത്രയ്ക്ക് പരിക്കുണ്ടാക്കി കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മേളനം നടക്കുന്നുള്ളിടത്താണ് മനസ്സിലായി. അതുകൊണ്ട് അയാൾ പാർട്ടിക്കും പരോക്ഷമായ ഒരു ഭീഷണി കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? പാർട്ടിക്ക് ഇയാൾ എഴുതി കൊടുത്തിട്ടുണ്ട് ശശിയെ കുറിച്ചിട്ട്. അതെ. എന്നാൽ അങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ള ശശി മാതൃകാ പുരുഷനാണെന്ന് ഇയാൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പാർട്ടിക്കുള്ള ഒരു മെസ്സേജും കൂടാണ്. അപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സോയിമാനെ, 2 ഭാഗത്തും ഡെസ്പറേഷൻ വളരുകയാണ്. മനസ്സിലായില്ലേ? അൻവറിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ പോവുമോ അല്ലെങ്കിൽ ജീവൻ പോവുമോ എന്നുള്ള ഭയം. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായിയുടെ മൊത്തം ആട്ടപാട്ടലെ തീർന്നു പോകുമോ എന്നുള്ളൊരു ഭയം. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ സിനിമയുടെ ലാസ്റ്റ് റീല് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലെവിടെ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.